മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങൾക്ക് പെട്ടെന്ന് ഭാവം മാറും. അസ്ഥിര മാനസിക സ്വഭാവമുള്ള ഈ ഒട്ടകങ്ങൾ ചില സമയങ്ങളിൽ ദുർമുഖം കാട്ടി മുഷിഞ്ഞ് പെരുമാറും. ഈ ഭാവമാറ്റം വരുമ്പോൾ ഈ ഒട്ടകങ്ങൾ അവയുടെ ദേഷ്യം മാറുന്നവരെ ഒരിടത്ത് നിന്ന് ചലിക്കുകയില്ല. ഈ കോപവും വിദ്വേഷവും എല്ലാം ഉടമസ്ഥനെതിരെയാണ് കാണിക്കുന്നത്. ഭാവം മാറിയ ഒട്ടകവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം. പ്രതികൂല കാലാവസ്ഥയിൽ 300 മുതൽ 500 കിലോ വരെ ഭാരം ചിലപ്പോൾ വഹിച്ചാണ് ഒട്ടകങ്ങൾ സഞ്ചരിക്കുന്നത്. അവർ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യം ഒന്ന് പുറത്തേക്ക് കളയുവാൻ അനുവദിക്കുക എന്നതാണ് പ്രധാന കാര്യം. ഈ മുഷിച്ചിൽ നേരത്തെ തന്നെ മനസ്സിലാക്കുന്ന ഉടമസ്ഥൻ അവയെ ശാന്തമാക്കുവാൻ ചില പൊടിക്കൈകൾ ഉപയോഗിക്കും. ചിലപ്പോൾ പാട്ടുകൾ പാടും. ചില സമയത്ത് ഭക്ഷണവും വെള്ളവുമൊക്കെ കൂടുതൽ നൽകി ശാന്തമാക്കും. എന്നാൽ അതിലുമൊക്കെ കൗതുകം ഉണർത്തുന്ന ഒരു രീതിയുണ്ട്. അത് എന്നത് ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഉടുപ്പ് ഊരി ഒട്ടകത്തിന് കൊടുക്കുക എന്ന രീതിയാണ്. ദേഷ്യം വന്ന ഒട്ടകം തൻ്റെ ദേഷ്യം തീരുന്നതുവരെയും ഈ ഉടുപ്പ് കടിച്ചും ചവിട്ടിയും കീറി ദേഷ്യത്തെ ബഹിർഗമിപ്പിക്കുന്നു. ഉടമസ്ഥനോടുള്ള ദേഷ്യം ഉടമസ്ഥൻ്റെ മണമുള്ള ഉടുപ്പിനോട് തീർക്കുന്നു. അങ്ങനെ ദേഷ്യം ശമിച്ച ഒട്ടകവുമായി വീണ്ടും മരുഭൂമിയിലൂടെ യാത്ര തുടരുന്നു. നിങ്ങളുടെ ഒട്ടകത്തെ മെരുക്കുക എന്ന ചൊല്ല് ഇതിൽ നിന്നാണ് ഉണ്ടായത്. നമ്മുടെ ഉള്ളിൽ ഒരു ഒട്ടകമുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ഒത്തുപോകുവാൻ പരാജയപ്പെടുന്ന നമ്മുടെ സ്വയം എന്ന ഒട്ടകം. ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ ഉൾക്കൊള്ളുവാൻ വിഷമിക്കുന്ന നമ്മുടെ സെൽഫ്, നമ്മുടെ മാറ്റങ്ങളെ മനസ്സിലാക്കാത്ത ആ അഹം. നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്നത് ഒരു രാജ്യം പിടിച്ചടക്കുക, ഒരു പദവിയിൽ എത്തിച്ചേരുക എന്നതൊന്നുമല്ല. നമ്മുടെ ഹൃദയവുമായി, നമ്മുടെ ആത്മാവുമായി സ്വരൈക്യത്തിൽ എത്തിച്ചേരുക എന്നതാണ്. ആത്മാവിലുള്ള സംതൃപ്തിയാണ് ഏറ്റവും വലിയ സന്തുലനം. നിങ്ങളുടെ ഉള്ളിൽ കലങ്ങിമറിയുന്ന ഒരു തിരമാലയുണ്ടോ? അതൃപ്തിയുടെയും സംശയത്തിൻ്റെയും ഖേദചിന്തയുടെയും കുറ്റബോധത്തിൻ്റെയും ഒരു കടൽ നിങ്ങളുടെ ഉള്ളിൽ ആർത്തിരമ്പുന്നുണ്ടോ? ആ കടൽ ശമിക്കട്ടെ. ആ ഒട്ടകം ശാന്തമാകട്ടെ. ആ വേദനകളും മുറിവുകളും വാശിയുമെല്ലാം ഒന്ന് നിശ്ചലമാകട്ടെ. ദൈവിക പദ്ധതികൾ നിങ്ങളുടെ മുൻപിലുണ്ടെന്ന് മനസ്സിലാക്കുക. കർത്താവ് നിങ്ങൾക്കായി കരുതും എന്ന് ഉറപ്പിക്കുക. ഈ മരുഭൂമി നിങ്ങളെ തകർക്കുകയില്ലെന്ന് വിശ്വസിക്കുക. നമ്മെ വിളിച്ച ദൈവം വഴിയിൽ വെച്ച് നമ്മെ നശിപ്പിക്കുകയില്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കുക. നമ്മുടെ വേദന നാം അറിയുന്നതിലും നന്നായി ദൈവം അറിയുന്നുവെന്ന് വിശ്വസിക്കുക. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ എളിയവൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂവ് പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂവുതിർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും.